ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രേവതി അവളുടെ കൂടെ പൂവൊക്കെ കെട്ടി സഹായിക്കുന്ന ഒന്ന് രണ്ട് ചേച്ചിമാർ ഒരു ദോശ ഉണ്ടാക്കുന്ന കഥയൊക്കെ പറഞ്ഞു. അതനുസരിച്ച് തന്നെ അവളാണെങ്കിലോ വീട്ടിൽ വന്നിട്ട് ആ രീതിയിൽ തന്നെ ചെറുപയറൊക്കെ വെച്ചിട്ട് അങ്ങനെയുള്ളൊരു ദോശയൊക്കെ ഉണ്ടാക്കി. അപ്പോഴാണെങ്കിലോ നമ്മുടെ ആ ഒരു ചേച്ചിമാർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഭർത്താക്കന്മാർ എപ്പോഴും നമ്മൾ എന്ത് കാര്യം ചെയ്താലും നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയാൻ ഭയങ്കര മടിയായിരിക്കും. അല്ലാതെ നമ്മൾ ഇച്ചിരി കറിക്ക് ഉപ്പ് കുറയോ അല്ലെങ്കിൽ എരിവ് കൂടിപ്പോവോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ കുറ്റങ്ങളൊക്കെ ഇവന്മാർ എണ്ണി എണ്ണി പറയുന്നുമൊക്കെ രേവതിയുടെ അടുത്ത് പറഞ്ഞു. അന്നേരം രേവതി പറയുന്നുണ്ട്, അതെ, നിങ്ങളുടെ കെട്ടിയോനെ പോലെയല്ല എൻ്റെ കെട്ടിയോൻ. എന്നോട് വളരെയധികം സ്നേഹമാണ്. പുള്ളിക്കാരന് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന പൂരിയും അതുപോലെ തന്നെ കിഴങ്ങ് കറിയൊക്കെ വലിയ ഇഷ്ടമാണെന്നും ഇവളിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ നിനക്ക് പറഞ്ഞു തന്ന ആ ഒരു റെസിപ്പി ഉണ്ടല്ലോ, അതായത് ചെറുപയർ വെച്ച് ദോശ ഉണ്ടാക്കുന്ന റെസിപ്പി, ആ റെസിപ്പി ഒന്ന് പരീക്ഷിച്ച് നോക്ക്. അത് കഴിച്ചിട്ട് നിൻ്റെ സച്ചി എന്ത് പറയുമെന്നൊക്കെ ഒന്നറിയാമല്ലോ എന്നൊക്കെ പറഞ്ഞു. രേവതി ആണെങ്കിലോ അതെന്തായാലും ഞാൻ നിങ്ങളെ നാളെ വന്ന് പറഞ്ഞു തരാം കേട്ടോ. എൻ്റെ എന്തായാലും സച്ചിയേട്ടൻ പറയും നല്ലതായിട്ടുണ്ടാവുമെന്ന്. ഞാൻ വീട്ടിൽ പോയി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അല്ല ചേച്ചി, അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പം അവരെല്ലാവരും കൂടെ നമ്മുടെ രേവതിക്ക് അതിൻ്റെ ആ ഒരു പ്രിപ്പറേഷനും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കൊടുത്തു. പിന്നീടാണെങ്കിലോ വീട്ടിലെത്തിയ പാടെ തന്നെ ആ ചേച്ചിമാർ പറഞ്ഞു തന്നതുപോലെ തന്നെ രേവതി ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുകയാണ്. ദോശയൊക്കെ റെഡിയായി എല്ലാം ഡൈനിങ് ടേബിളിൽ കൊണ്ടുവന്ന് വെക്കുമ്പം രവിയാണെങ്കിലോ, മോളെ ഇന്ന് എന്താ സ്പെഷ്യൽ? ഇന്നും പൂരിയും കിഴങ്ങ് കറിയാണോ എന്ന് ചോദിക്കുമ്പം അല്ലച്ചാ, ഇന്ന് വേറൊരു സംഭവമാണ്. അപ്പം രവിക്ക് അത് വിളമ്പി കൊടുക്കുമ്പം രവി അത് കഴിച്ച പാടെ തന്നെ പറഞ്ഞു, മോളെ ഇത് ഞാൻ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ ഫുഡ് കർണാടക സ്റ്റൈല്, അതായത് കർണാടക ഭാഗത്തു നിന്നൊക്കെ കഴിച്ചിട്ടുണ്ട്. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട്. അവരുടെ ആ ഒരു ഒതൻറ്റിക് ആയിട്ടുള്ള ആ ഒരു റെസിപ്പി അതെൻ്റെ മോളുണ്ടാക്കിയതിൽ അച്ഛന് ഒരുപാട് സന്തോഷമുണ്ട്. നല്ല രീതിയിൽ നല്ല ഒരു ടേസ്റ്റും ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് രവിയാണെങ്കിലോ ഒരുപാട് ഇഷ്ടത്തോടു കൂടി ആ ഫുഡ് കഴിക്കുകയാണ്. രേവതിക്ക് നല്ലതുപോലെ സന്തോഷമായിട്ടോ. പിന്നീടാണെങ്കിലോ നമ്മുടെ ശ്രുതിയും അതുപോലെ തന്നെ ശ്രീകാന്തും വർഷയും ഒക്കെ അങ്ങോട്ട് വന്നു. അപ്പം അവരും വന്നു. അവരോടൊപ്പം തന്നെ നമ്മുടെ ചന്ദ്രമതിയും വന്നു. ചന്ദ്ര വരുമ്പോഴാണെങ്കിലോ, അല്ല ഇന്ന് എന്ത് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ഇതെന്താ ഇപ്പോൾ ഇത് ദോശയല്ലേ ഇതെന്ന് ചോദിക്കുമ്പം അമ്മ അത് ചെറുപയറൊക്കെ വെച്ചുണ്ടാക്കിയിരിക്കുന്ന ഒരു ദോശയാണ്, അമ്മ ഒന്ന് കഴിച്ചു നോക്കെന്ന് പറഞ്ഞു. ഓ എൻ്റെ പൊന്നെ, എല്ലാ ദിവസവും ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കി തന്നാൽ പോരെ, എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഉണ്ടാക്കി. ഇനിയിപ്പോൾ ഇതെങ്ങനെ തിന്നാനാ, കണ്ടിട്ട് തന്നെ മനുഷ്യന് ഇഷ്ടം തോന്നുന്നില്ല എന്നും പറഞ്ഞ് ചന്ദ്രമതി ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രവി പറഞ്ഞു, എടി ചന്ദ്രേ, നീ അതൊന്ന് കഴിച്ചു നോക്ക്, കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയൂ. നല്ല ടേസ്റ്റുള്ള സാധനമാണ്, ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഗുണങ്ങളൊക്കെയുള്ള സാധനമാണ്, നീ കഴിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ചന്ദ്രമതി അതിൽ നിന്ന് ഒന്ന് രണ്ട് ദോശയൊക്കെ എടുത്തു. പുള്ളിക്കാരിയാണെങ്കിലോ അതിങ്ങനെ കഴിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കിനും വായിലേക്ക് വെച്ചതും കൊള്ളാലോ സംഭവം, എന്തായാലും ഇവളോടിത് പറയണ്ട, പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് മതി, മഹാറാണി അങ്ങ് പൊങ്ങിപ്പോകുമെന്നും പറഞ്ഞ് ചന്ദ്രയാണെങ്കിൽ ആ ഒരു ഫുഡ് അങ്ങനെ കഴിക്കുക. അപ്പോൾ രവി ചോദിച്ചു, അല്ല ചന്ദ്ര, എങ്ങനെയുണ്ട് കഴിച്ചിട്ട്, നിനക്ക് ഇഷ്ടപ്പെട്ടോ? കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ല എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീകാന്തും അതുപോലെ തന്നെ നമ്മുടെ വർഷയും കൂടി ഈ ഫുഡാണെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പം ശ്രീകാന്ത് പറഞ്ഞു, എൻ്റെ ഏട്ടത്തി ഒരു രക്ഷയില്ല, എന്ത് ടേസ്റ്റ് ഈ ഫുഡിന്, ഏട്ടത്തിയെ സമ്മതിക്കണം കേട്ടോ, ഏട്ടത്തിയുടെ ഈ ഒരു കൈപുണ്യം എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല എന്നും പറഞ്ഞ് നമ്മുടെ ശ്രീകാന്ത് ഇങ്ങനെ പുകഴ്ത്തുമ്പം അവളാണെങ്കിൽ വർഷയും പറഞ്ഞു, അതേ ഏട്ടത്തി, ശരി തന്നെയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്, ഞാനും ഇത് ഒരുപാട് തവണ കഴിച്ചിട്ടൊക്കെയുണ്ട്, അവരുണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പുകഴ്ത്തി. ശ്രുതിയാണെങ്കിലോ ഇതെന്ത് കാര്യം നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നും പറഞ്ഞ് അവനും 2-3 ദോശ എടുത്തങ്ങ് തിന്നു. അപ്പോൾ അവനും ഇഷ്ടപ്പെട്ടു. പിന്നെയാണെങ്കിലോ നമ്മുടെ ശ്രുതിയുടെ അടുത്ത് രേവതി പറഞ്ഞു, അതേ ശ്രുതി, നിനക്ക് വേണ്ടുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഫ്രിഡ്ജിനകത്ത് ഇരിക്കുന്നുണ്ട്, ഞാനത് എടുത്തുകൊണ്ട് വരട്ടെ എന്ന് ചോദിക്കുമ്പം വേണ്ട, ഇതിപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല, ഞാനിത് കഴിച്ചോളാം എന്നും പറഞ്ഞ് അന്നത്തെ ദിവസം നമ്മുടെ ശ്രുതിയാണെങ്കിൽ ABC ജ്യൂസ് വരെ ക്യാൻസൽ ചെയ്തു. അങ്ങനെ ഇവരെല്ലാവരും ആസ്വദിച്ച് ഫുഡ് കഴിക്കുമ്പോഴാണെങ്കിലോ നമ്മുടെ സച്ചി അത്യാവശ്യം ഒരു കോളും ഒക്കെ ചെയ്തുകൊണ്ട് അവിടെ വന്നു. കൈയൊക്കെ കഴുകിയിരിക്കുമ്പം രേവതി വളരെ സന്തോഷത്തോടു കൂടി അവൻ ആ ഒരു ഫുഡ് വിളമ്പി കൊടുക്കുകയാണ്. അപ്പോൾ സച്ചി ആണെങ്കിൽ
വേഗം ആവട്ടെ രേവതി, ദേ സമയമില്ല കേട്ടോ, നീ എളുപ്പം ഒന്ന് വിളമ്പിക്കുകയെന്നൊക്കെ പറയുമ്പം അവൾ ഓരോ ദോശ അങ്ങോട്ട് വെച്ച് കൊടുത്തു. സച്ചിയാണെങ്കിൽ പെട്ടെന്ന് അത് കഴിക്കുകയും ചെയ്തു. എന്നിട്ട് ഒരക്ഷരം പോലും മിണ്ടാതെ നല്ലതാണോ ചീത്തയാണോ ഒന്നുപോലും പറയാതെ അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പം രേവതിക്ക് വലിയ സങ്കടമൊക്കെ ആയി. അങ്ങനെ അവൾ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചു, ഷെടാ, ഞാൻ ഇത്രയും കാര്യമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ട് ആ ചേച്ചിമാരുടെ അടുത്ത് 50 രൂപയ്ക്ക് ബെറ്റും വെച്ചല്ലോ ദൈവമേ, ഇനി എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. ആ സമയത്ത് സച്ചി പറഞ്ഞു, അതേ ഞാൻ പോയിട്ട് വരാട്ടോ, ബൈ എന്നും പറഞ്ഞ് അവൻ ആ ഒരു ഓട്ടത്തിന് പോവാണ്. പിന്നീട് നമ്മളെ കാണിക്കുന്നത് രേവതി തൻ്റെ ആ ഒരു കൂട്ടുകാരി ചേച്ചിമാരുടെ അടുത്ത് പോയി നിന്ന് സംസാരിച്ചു. അതേ, ഞാൻ ഇന്ന് ബെറ്റിൽ തോറ്റെന്നാ തോന്നുന്നത്, സച്ചിയേട്ടനോട് ഞാൻ ചോദിച്ചു. അപ്പം സച്ചിയേട്ടൻ ഭയങ്കര തിരക്കിലായിരുന്നു, അതുകൊണ്ട് പുള്ളിക്കാരൻ ഒരു അക്ഷരം പോലും മിണ്ടാതെ പോവുക ചെയ്തത്. നിങ്ങൾ ഇന്നത്തെ ഈ ബെറ്റിൽ ഞാൻ തോറ്റുപോയി. ഒരു കാര്യം ചെയ്യാം, ഞാൻ ആ പൈസ എങ്ങ് തന്നേക്കാമെന്ന് പറഞ്ഞു. അല്ല, നീ നിൻ്റെ കെട്ടിയോൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എന്താ പറ്റിയത്? അവൻ എന്താ അതൊന്നും സമ്മതിച്ചില്ലേന്ന് ചേച്ചിമാർ ചോദിക്കുമ്പം, അല്ലെന്നേ, പുള്ളിക്കാരന് അത്യാവശ്യമായിട്ട് ഒരു ഓട്ടം വന്നതുകൊണ്ടാണ്. അല്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താലും അദ്ദേഹം നല്ലതാണെന്ന് തന്നെയാണ് പറയുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഒരു സീനൊക്കെ കഴിയുമ്പോഴാണെങ്കിലും നമ്മളെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയാണെങ്കിൽ ദസൂതിയുടെ ആ ഒരു ഷോപ്പിൽ പോയി നിന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുമ്പം നമ്മുടെ ആദിക്കുട്ടൻ വിളിച്ചു. അപ്പം ആദി പറഞ്ഞു, അമ്മേ, നാളെ എൻ്റെ ബർത്ത്ഡേ ആണ്, അപ്പം അമ്മ വരുമോ എന്ന് ചോദിക്കുമ്പം, അതെന്ത് ചോദ്യം മോനെ, അമ്മ നിൻ്റെ ബർത്ത്ഡേക്ക് വരാതിരിക്കുമോ? പിന്നെ എൻ്റെ മോനെ എന്താ വേണ്ടതെന്ന് ചോദിക്കുകയാണ്. അമ്മ, എനിക്ക് ഡ്രസ്സൊക്കെ ഇപ്പം അമ്മമ്മ എടുത്തു തരും, പക്ഷേ എനിക്ക് അമ്മമ്മ ഇത്തവണ എടുത്തു തരണ്ട, എൻ്റെ അമ്മ എനിക്ക് എടുത്തു തന്നാൽ മതിയെന്ന് ആദിക്കുട്ടൻ ഇങ്ങനെ പറയുമ്പോഴാണെങ്കിലും, അല്ല മോനെ, അത് ഡ്രസ്സ് സാധാരണ അമ്മമ്മയല്ലേ എടുത്തു തരുന്നത്, ഇനിയിപ്പോൾ അമ്മ പ്രത്യേകം വാങ്ങി തരണോ? അമ്മ, അത് ഇത്രയും കാലവും അമ്മമ്മ എടുത്തു തന്നത് ഞാൻ സ്കൂളിൽ കൂട്ടുകാരെയൊക്കെ കാണിച്ചില്ലേ, ഇനി ഇത്തവണ എനിക്ക് എൻ്റെ അമ്മ വാങ്ങി തന്നതാണെന്നും പറഞ്ഞ് കൂട്ടുകാരെയൊക്കെ ഡ്രസ്സ് കാണിക്കണമെന്നും പറഞ്ഞ് ആദ്യം ഇങ്ങനെ നിർബന്ധം പിടിക്കുകയാണ്. അപ്പം ശ്രുതിയാണെങ്കിലോ തൻ്റെ മകൻ്റെ ഇഷ്ടമാണ് അവൾക്ക് ഏറ്റവും പ്രാധാന്യം. അങ്ങനെ മോന് വാങ്ങിത്തരാമെന്ന് പറഞ്ഞു. പിന്നെ മോനെ ഏത് ഫ്ലേവർ കേക്കാണ് വേണ്ടത്? ചോക്ലേറ്റ് കൊതിയനല്ലേ നീ, നിനക്ക് ചോക്ലേറ്റിൻ്റെ ഫ്ലേവറിൽ ഒരു കേക്ക് ഉണ്ടാക്കി കൊണ്ടുവരാമെന്നും പറഞ്ഞു. അങ്ങനെ വളരെയധികം ഹാപ്പി ആയിട്ട് മോനോട് സംസാരിച്ച് ശ്രുതി ഫോൺ വെക്കുമ്പോഴത്തേക്കിനും, അല്ല ശ്രുതി, നീ ആരോടെ ഇത്ര കാര്യമായിട്ട് സംസാരിച്ചത്? എന്ത് ബർത്ത്ഡേ ഫംഗ്ഷൻ്റെ കാര്യമാണ് സംസാരിച്ചതെന്നൊക്കെ ചോദിച്ച് നമ്മുടെ ശ്രുതി അവളുടെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ അവൾ പറഞ്ഞു, അതെ, എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കുട്ടിയുടെ ബർത്ത്ഡേ ആണ്, ആ ഫംഗ്ഷൻ്റെ കാര്യങ്ങളാണ് ഞങ്ങൾ സംസാരിച്ചതെന്നും പറഞ്ഞ് അവൾ പെട്ടെന്ന് അവിടെ നിന്ന് മാറുകയാണ്. പിന്നീട് നമ്മുടെ ചന്ദ്രമതി ആണെങ്കിൽ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചു. പുള്ളിക്കാരിയാണെങ്കിൽ ഒരു ഡാൻസ് സ്കൂളൊക്കെ തുടങ്ങിയിട്ട് അതിൽ പ്രത്യേകിച്ച് പഠിക്കാനായിട്ടൊന്നും ആരും വരാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. ചന്ദ്രയ്ക്ക് കിളി പോയ അവസ്ഥ. അങ്ങനെ നമ്മുടെ ഭാമയുടെ അടുത്ത് വന്നിട്ട്, എടി ഭാമ, എന്തേലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ പറയടി, ഞാൻ ഈ വീട്ടിലിരുന്ന് ഭ്രാന്ത് പിടിക്കുകയാണ്. മരുമക്കളാണെങ്കിൽ ആ രേവതി ആണെങ്കിലും ഇപ്പം അവൾ സഞ്ചരിക്കുന്ന പൂക്കടയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതും പോരാഞ്ഞിട്ട് എൻ്റെ ഡബ്ബിങ് മരുമകളാണെങ്കിലും അവൾ ഒരല്പം പോലും വില എനിക്ക് തരുന്നില്ല. പിന്നെ ശ്രുതിയുടെ കാര്യം പറയണ്ടല്ലോ, അവളുടെ അച്ഛൻ ജയിലിലായതുകൊണ്ട് അവളോട് ചിക്കിളിയൊന്നും മേടിക്കാനും പറ്റത്തില്ല. ഞാൻ അങ്ങനെ മൊത്തത്തിൽ പെട്ടിരിക്കുകയാണ്. നീ എനിക്കൊരു ഐഡിയ പറഞ്ഞതാ എന്നൊക്കെ പറഞ്ഞ് ഈ ചന്ദ്രമതി ഇങ്ങനെ സംസാരിച്ചു. അപ്പോൾ ഭാമയാണെങ്കിലോ, എടി, ഞാനൊരു കാര്യം പറയാം, നീ അതുപോലെ തന്നെ ചെയ്താൽ മതി. പിന്നെ നമുക്ക് ഡാൻസ് സ്കൂളിലേക്ക് കുറച്ചധികം ആൾക്കാരെയൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ ഒരു റീചാർജിൻ്റെ സംഭവമൊക്കെ വരുമല്ലോ, ആ സമയത്ത് 3 മാസത്തേക്ക് ഫ്രീ ആണെന്നൊക്കെ പറഞ്ഞ് കൊടുക്കില്ലേ, അതുപോലെ തന്നെ 3 മാസത്തേക്ക് അല്ലെങ്കിൽ 1 മാസത്തേക്ക് ഫീസ് വേണ്ടാതെ പഠിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞ് നമുക്ക് പിള്ളേരെ അങ്ങ് പിടിച്ചാലോ എന്ന് ചോദിക്കുക. അത് കൊള്ളാമല്ലോ. പക്ഷേ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവർക്ക് യൂണിഫോമും കൂടി നമ്മൾ ഒപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ യൂണിഫോമിൻ്റെ വില കൊടുത്തിട്ട് ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് കൂടി നമ്മളൊരു നിബന്ധന വെക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു കടയിൽ പോയി പറ്റിയാൽ ഇന്ന് തന്നെ സാധനം പർച്ചേസ് ചെയ്യണം. അതിനുശേഷമാണെങ്കിൽ നമുക്കത് ഇരട്ടി വിലയ്ക്ക് വിൽക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ചന്ദ്രമതിക്ക് ഈ ഐഡിയ കേട്ടപ്പം കൊള്ളാമെന്ന് തോന്നി. അങ്ങനെ ചന്ദ്ര പറഞ്ഞു, എന്നാൽ പിന്നെ ഇന്നത്തെ ദിവസം നല്ല ദിവസമാണോന്ന് ഞാനൊന്ന് കലണ്ടറിൽ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് ചന്ദ്ര പോയി ആ കലണ്ടറൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ, എടി ഭാമേ, ഇന്ന് നല്ല ദിവസമാടി, നമുക്ക് ഇന്ന് തന്നെ ആ പരിപാടിയൊക്കെ അങ്ങ് തുടങ്ങിയാലോ എന്നും ചോദിച്ച് നമ്മുടെ ചന്ദ്രമതി കൂട്ടുകാരിയും കൂട്ടിയിട്ട് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് പോവുകയാണ്. അവിടെയാണ് നമ്മുടെ ശ്രുതി എത്തുന്നത്. ശ്രുതിയാണെങ്കിൽ തൻ്റെ മകന് വേണ്ടിയിട്ടുള്ള കോട്ടും സ്യൂട്ടും ഒക്കെ ഇങ്ങനെ പർച്ചേസ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പം, അല്ല മാഡം, മാഡത്തിൻ്റെ ആർക്ക് വേണ്ടിയിട്ടാണ് ഡ്രസ്സ് എടുക്കുന്നതെന്ന് ചോദിക്കുമ്പം,
എൻ്റെ മോന് വേണ്ടിയിട്ടാണെന്ന് ഇവൾ ആ കടക്കാരൻ്റെ അടുത്ത് പറഞ്ഞു. മാഡം ദാ ആ സെക്ഷനിലാണ് സാധനങ്ങളൊക്കെ ഉള്ളത്, മാഡം പോയി പർച്ചേസ് ചെയ്തോളൂ എന്നും പറഞ്ഞ് അയാൾ നമ്മുടെ ശ്രുതി അങ്ങ് പറഞ്ഞു വിടുകയാണ്. അങ്ങനെ ശ്രുതി അവിടെ നോക്കുമ്പം ചന്ദ്രമതി ഡാൻസിൻ്റെ ഐറ്റംസും മറ്റ് സാധനങ്ങളും ഒക്കെ പർച്ചേസ് ചെയ്യുകയാണ്. അങ്ങനെ അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളൊക്കെ എടുത്ത് ചന്ദ്രമതി ആണെങ്കിൽ ബില്ലൊക്കെ നോക്കുമ്പോഴത്തേക്കിനും ഭാമേ നമ്മുടെ ഐഡിയൊക്കെ ഫലം കാണൂടി, അവസാനം ഈ പൈസയും കൂടെ നഷ്ടപ്പെടുമോ എന്നൊക്കെ ആലോചിച്ച് ചന്ദ്ര ഇങ്ങനെ നിൽക്കുമ്പോഴാണെങ്കിലോ ശ്രുതി അവിടെ പർച്ചേസ് ചെയ്ത സാധനങ്ങളും ഒക്കെ ആയിട്ട് ദേ മാഡം ഈ സാധനങ്ങളൊക്കെ മാഡത്തിൻ്റെ മകന് നന്നായിട്ട് ചേരുമെന്നും പറഞ്ഞ് ആ ഒരു സെയിൽസ്മാൻ ഇതൊക്കെ എടുത്ത് നമ്മുടെ ശ്രുതിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ശ്രുതി ണല്ലോ ഈ നിൽക്കുന്നത്, ഇവളുടെ ഏത് മകൻ്റെ കാര്യമാണ് ഈ കടക്കാരൻ പറയുന്നതെന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ ചന്ദ്രയാണെങ്കിലോ അതെ അതെ നിങ്ങളിത് ആരുടെ കാര്യം പറഞ്ഞത്, ഈ നിൽക്കുന്നത് എൻ്റെ മരുമോളാണ്, ശ്രുതിക്ക് മക്കളൊന്നും ഇല്ലല്ലോ, പിന്നെ താൻ ഏത് പിള്ളേരുടെ കാര്യമാണോ ഈ പറഞ്ഞതെന്ന് ചോദിച്ചു. അത് ഈ മാഡത്തിൻ്റെ മോൻ്റെ കാര്യമാണെന്നും പറഞ്ഞ് ആ സെയിൽസ്മാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഈശ്വര പെട്ടു എന്നുള്ള രീതിയിൽ ശ്രുതി അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ശ്രുതിക്കാണെങ്കിൽ സത്യങ്ങളൊന്നും പറയാനും പറ്റില്ല. ഈ ചന്ദ്രയാണെങ്കിൽ ഇതൊക്കെ കണ്ടുപിടിക്കുകയും ചെയ്തല്ലോ ദൈവമേ എന്ന് ആലോചിച്ച് അവൾ ടെൻഷൻ അടിച്ച് നിൽക്കുക. അങ്ങനെയാണെങ്കിൽ അയാൾ ആ ഒരു ബില്ലെടുത്ത് കൊടുക്കുമ്പം ദൈവമേ 10,000 രൂപയോ, ഈ 10,000 രൂപയ്ക്കുള്ള എന്ത് സാധനം ശ്രുതി നീ മേടിച്ചത്, അതും ആർക്ക് വാങ്ങിച്ചതാണെന്ന് ചോദിക്കുമ്പം ആൻറ്റി അത് എൻ്റെ ഒരു കസ്റ്റമറുടെ മകന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്, അതെ എല്ലാത്തിനും ആ കസ്റ്റമർ പൈസ തരും, ഞാൻ പിന്നെ മേക്കപ്പും ഡ്രസ്സും ഒക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നതെന്നും പറഞ്ഞ് ഒരുവിധം നമ്മുടെ ശ്രുതി തടി തപ്പുകയാണ്. ഈ സമയം ചന്ദ്ര പറഞ്ഞു അങ്ങനെയാണെങ്കിൽ മോളെ ഒരു കാര്യം ചെയ്, നിന്നെ ഇവിടെ വെച്ച് കണ്ടതാണല്ലോ, അപ്പം ദാ ഈ ബില്ല് കൂടി നീ തന്നെ കെട്ടിക്കോ, ഞാനപ്പോൾ ഒരു കാര്യം ചെയ്യാം, പോയിട്ട് ഒരു സാരി കൂടി പർച്ചേസ് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞു. ഓ തള്ള ഈ സമയം അങ്ങോട്ട് ഇതൊക്കെ കാര്യമായിട്ട് വിനിയോഗിക്കുകയാണല്ലോ എന്ന് പറഞ്ഞ് ശ്രുതി തലക്ക് കൈ കൊടുത്ത് നിൽക്കുകയാണ്. തൻ്റെ ഒരു കഷ്ടകാലം എന്തായാലും ചന്ദ്രമതി ദാ ഉടുമ്പ് പിടിച്ചിരിക്കുന്നത് പോലെ നമ്മുടെ ശ്രുതിയെ പിടിച്ചിരിക്കുകയാണ്. എന്തായാലും ശ്രുതി പെട്ടു എന്നുള്ള അവസ്ഥയിൽ അവിടെ നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ആ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ആകുന്നത്. അപ്പോൾ ദാ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ കാണുന്ന സമയത്ത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസവും നല്ലൊരു രാത്രിയും ഒക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്.